ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തി. സോമനാഥ് സ്വാഭിമാൻ പർവ് പരിപാടിയിൽ നാളെ പ്രധാനമന്ത്രി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് പ്രത്യേക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് തിങ്കളാഴ്ച. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠര് രാജീവരുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ എസ്ഐടി പരിശോധന. മകരവിളക്ക് മഹോത്സവത്തിന് 3 ദിവസങ്ങൾ ശേഷിക്കെ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും വൻ ഭക്തജനത്തിരക്ക്. നാളെ എരുമേലി പേട്ടതുള്ളൽ. 11ാമത് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിലും 5ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിലും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ ജേതാവ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തി. സോമനാഥ് സ്വാഭിമാൻ പർവ് ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. രാജ്കോട്ട്, അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നിവിടങ്ങളിലെ പ്രധാന വികസന പരിപാടികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ് 2 ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ ഇന്ത്യയിലെത്തും. അഹമ്മദാബാദിൽ ജർമ്മൻ ചാൻസലറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണിത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. ഇന്ന് രാത്രി തിരുവനന്തപുരത്തെത്തുന്ന അദ്ദേഹം വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. ഇന്ന് രാത്രി 11 മണിയോടെയാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുക. ഞായറാഴ്ച രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അദ്ദേഹം 11 മണിക്ക് ബിജെപി ജനപ്രതിനിധികളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 3 മണിക്ക് കേരള കൌമുദി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. നാളെ രാത്രി അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് മടങ്ങും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രി 7 മണി മുതൽ 11:30 വരെയും നാളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി സൌമൻ സെൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. കേരള ലോക് ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എൻ ഷംസീർ, തിരുവനന്തപുരം മേയർ വി രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജസ്റ്റിസ് നിതിൻ മധുകർ ജാംതാർ വിരമിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് സൌമൻ സെൻ ചുമതലയേറ്റത്. ശക്തവും സമൃദ്ധവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രേരക ശക്തി രാജ്യത്തെ യുവജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കൾ എല്ലായ്പ്പോഴും രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ഉറച്ചു നിൽക്കുന്നുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 12-ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് പ്രത്യേക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് തിങ്കളാഴ്ച നടക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ്, മലപ്പുറം ജില്ലയിലെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം വാർഡ്, എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ വാർഡ് എന്നിവിടങ്ങളിലാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 വരെയാണ് വോട്ടെടുപ്പ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. വിഴിഞ്ഞം വാർഡിൽ ആകെ 10 പോളിംഗ് സ്റ്റേഷനുകളും പായിമ്പാടം, ഓണക്കൂർ വാർഡുകളിൽ 1 വീതം പോളിംഗ് സ്റ്റേഷനുകളുമാണ് ഉള്ളത്. വിഴിഞ്ഞം വാർഡിൽ ആകെ 9ഉം പായിമ്പാടത്തും ഓണക്കൂറും 4 വീതം സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുന്നത്. വോട്ടെണ്ണൽ അതത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഈ മാസം 13-ന് നടക്കും. അതേസമയം സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് ചെലവ് അടുത്ത മാസം 12-നകം സമർപ്പിക്കണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. ചെലവ് കണക്ക് സമർപ്പിക്കാത്തവരെ അയോഗ്യരാക്കുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠര് രാജീവരുടെ ചെങ്ങന്നൂർ മുണ്ടൻകാവിലെ വീട്ടിൽ എസ്ഐടി പരിശോധന. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് സംഘം അന്വേഷിക്കുന്നത്. അതേസമയം കേസിൽ റിമാൻഡിൽ കഴിയുന്ന ശബരിമല തന്ത്രി കണ്ഠര് രാജീവരെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ എസ്ഐടി അറസ്റ്റ് ചെയ്ത് തന്ത്രിയെ കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസം റിമാൻഡ് ചെയ്യുകയായിരുന്നു. ശബരിമല വിഷയത്തിൽ തന്ത്രിയുടെ അറസ്റ്റ് എസ്ഐടി നടപടിയെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. എസ്ഐടി അന്വേഷണം ശരിയായ ദിശയിലാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. 2026 പരീക്ഷാ പേ ചർച്ചയിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ 4 കോടി പിന്നിട്ടു. കഴിഞ്ഞ വർഷത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡായ 3,50,00,000 അധികം രജിസ്ട്രേഷനുകൾ എന്ന റെക്കോർഡാണ് ഇത്തവണ മറികടന്നത്. പരീക്ഷാ പേ ചർച്ച യുവജനങ്ങൾക്ക് സമ്മർദ്ദരഹിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള രാജ്യവ്യാപക പ്രസ്ഥാനമായി മാറിയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മകരവിളക്ക് മഹോത്സവത്തിന് 3 ദിവസങ്ങൾ ശേഷിക്കെ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും തീർത്ഥാടകർ തമ്പടിച്ചു തുടങ്ങി. 13, 14 തീയതികളിൽ ഭക്തരുടെ എണ്ണം ഹൈക്കോടതി നിജപ്പെടുത്തി. എരുമേലിയിൽ ഇന്ന് ചന്ദനക്കുട മഹോത്സവമാണ്. നാളെ പേട്ടതുള്ളൽ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ഇന്നു മുതൽ ദർശനം നടത്തുന്ന ഭക്തരിൽ കൂടുതൽ പേർ മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമായി തങ്ങും. തിരുവാഭരണ ഘോഷയാത്ര പമ്പയിലെത്തുന്ന മകരവിളക്ക് ദിനമായ 14 രാവിലെ 10 ശേഷം നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്കും 11 ശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും ഭക്തരെ പ്രവേശിപ്പിക്കാൻ പാടില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മഹല്ല മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ എരുമേലിയിൽ ഇന്ന് മതസൌഹാർദ്ദം വിളിച്ചോതുന്ന ചന്ദനക്കുടം മഹോത്സവം പുരോഗമിക്കുകയാണ്. നാളെ അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘത്തിന്റെ പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നടക്കും. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക പുറത്തിറക്കിയ ശേഷം അതിൽ ഉൾപ്പെടുത്താനായി 44,106 പ്രവാസികളുടെ അപേക്ഷ ലഭിച്ചു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായി ഫോം 6 അപേക്ഷിച്ചിട്ടുള്ള 2,16,873 പേർക്ക് പുറമെയാണിത്. 11ാമത് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിലും 5ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിലും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ ജേതാവ്. അഷ്ടമുടിക്കായലിൽ നടന്ന മത്സരങ്ങളിൽ കാരിച്ചാൽ വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടൻ CBL ഓവറോൾ ചാമ്പ്യനായി. ഇടുക്കിയിലെ ഏലപ്പാറ, വാഗമൺ തുടങ്ങിയ ജനവാസ ടൂറിസം മേഖലകളിൽ വന്യജീവി ശല്യം രൂക്ഷമാകുന്നു. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാകുന്നത് ജനങ്ങളെയും സഞ്ചാരികളെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടലാണ് ജനങ്ങളുടെ ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ജനവാസം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഏലപ്പാറ, വാഗമൺ മേഖലകളിൽ കാട്ടാനയും കാട്ടുപോത്തും ഉൾപ്പെടെയുള്ള വന്യജീവികൾ സ്ഥിരമായി എത്തുന്നത്. ഇവിടുത്തെ കാടുകളിലെത്തുന്ന മൃഗങ്ങൾ തിരികെ വനത്തിലേക്ക് പോകാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ജനവാസ മേഖലയിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ വനംവകുപ്പിന് സാധിക്കാത്തത് ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുന്നു. വനംവകുപ്പിന്റെ നിലവിലെ പ്രതിരോധ നടപടികൾ പാളിയ സാഹചര്യത്തിൽ സർക്കാർ തലത്തിൽ ശക്തമായ ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്ഥാനത്തെ സ്വകാര്യ സൂപ്പർ മാർക്കറ്റുകളിലും ഗൾഫ് രാജ്യങ്ങളിലും സപ്ലൈകോയുടെ ശബരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണെന്ന് മന്ത്രി GR അനിൽ. സപ്ലൈകോയുടെ സംസ്ഥാനത്തെ ആദ്യ സിഗ്നേച്ചർ മാർട്ട് കണ്ണൂർ തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുതിയ കാലത്തിനനുസരിച്ച് സപ്ലൈകോ വിൽപ്പനശാലകളും പരിഷ്കരിക്കുകയാണെന്നും ഓരോ ജില്ലയിലും ഒരു സിഗ്നേച്ചർ മാർട്ട് വീതം സ്ഥാപിക്കാനാണ് സപ്ലൈകോ പദ്ധതിയിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ഇരിട്ടിയിൽ 4 പശുക്കളെ കടുവ ആക്രമിച്ചു കൊന്ന സംഭവത്തിൽ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ തീരുമാനം. തുകയുടെ 80% വനംവകുപ്പിന്റെ ഫണ്ടിൽ നിന്നും അടിയന്തരമായി അനുവദിക്കും. ബാക്കി തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇരിട്ടി ഡെപ്യൂട്ടി തഹസിൽദാർ അറിയിച്ചു. പ്രദേശത്ത് ഭീതി പരത്തിയ കടുവയെ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് പിടികൂടിയിരുന്നു. ഗ്രാമീണ മേഖലയുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കുന്നതിനും ക്ഷീരമേഖലയിലെ വളർച്ച അനിവാര്യമാണെന്ന് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ചെയർമാൻ മീനേഷ് സി ഷാ. രാജ്യത്തെ GDPയുടെ 4.5% സംഭാവന ചെയ്യുന്നത് ക്ഷീരമേഖലയാണെന്നും അദ്ദേഹം പറഞ്ഞു. സദേൺ ഡയറി ആൻഡ് ഫുഡ് കോൺക്ലേവിന്റെ സമാപന സമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ഫറോക്ക് ഓൾഡ് നാഷണൽ ഹൈവേയിൽ നടപ്പാക്കി വരുന്ന റീടാറിംഗ് നവീകരണ പ്രവൃത്തിയുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ റീടാറിംഗ് നടപ്പിലാക്കുന്നത് എന്നത് പരിശോധിക്കാനാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തി. സോമനാഥ് സ്വാഭിമാൻ പർവ് പരിപാടിയിൽ നാളെ പ്രധാനമന്ത്രി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് പ്രത്യേക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് തിങ്കളാഴ്ച. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ SIT പരിശോധന.
മകരവിളക്ക് മഹോത്സവത്തിന് 3 ദിനങ്ങൾ ശേഷിക്കെ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും വൻ ഭക്തജനത്തിരക്ക്. നാളെ എരുമേലി പേട്ടതുള്ളൽ. 11ാമത് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിലും 5ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിലും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ ജേതാവ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.